ഇപ്പോഴത്തെ 2 വനിതാ മന്ത്രിമാരിൽ ഒരാൾ ആരാന്നാ പറഞ്ഞേ? കെ തുളസി. അല്ല, ആരെ കെ തുളസി? ഓക്കെ നമ്മുടെ പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഭാര്യ. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ MP-യും MLA-യും ഇപ്പോൾ മന്ത്രിയും. വാവ്! നമ്മുടെ നിഷ്പക്ഷ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ എന്തൊരു മൗനമാണ്. തലക്കെട്ടുകളിൽ നിന്നൊക്കെ തേൻ അങ്ങനെ ഒലിക്കുകയാണ്. ഒരേ വീട്ടിൽ MP ആൻഡ് MLA. കൗതുകം. അച്ഛൻ്റെ വഴിയെ മകൻ. വീണ്ടും കൗതുകം. ഇവരൊന്നും ആരുടെയും ഭാര്യയോ മകനോ ഒന്നും അല്ല കേട്ടോ. പക്ഷെ ഇവരിൽ പലരെയും ഇതിനു മുമ്പ് കണ്ടിട്ടോ കേട്ടിട്ടോ കൂടി ഇല്ല എന്നതാണ് സത്യം. ഇവിടെ മാത്രമല്ല, ഇനി ഹൈക്കമാൻഡിന്റെ കാര്യം എടുത്താലോ. സോണിയ, രാഹുൽ, പ്രിയങ്ക, ആകെ 5 അംഗങ്ങളിൽ 3 പേരും അമ്മയും മക്കളും. അതിന്റെ ചൂട് പിടിച്ചാണ് കേരളത്തിലെ ഈ ലിസ്റ്റ്. ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂർ മന്ത്രി, കരുണാകരന്റെ മകൻ K മുരളീധരൻ മന്ത്രി, സീതി ഹാജിയുടെ മകൻ ബഷീർ മന്ത്രി, TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ് മന്ത്രി, ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോൺ മന്ത്രി, PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പ്. കോൺഗ്രസിന് വേണ്ടി ദശകങ്ങളായി കൊടി പിടിച്ചവരിൽ പലരും പുറത്ത്. നേതാക്കളുടെ ഭാര്യമാരും മക്കളും നേരെ മന്ത്രി കസേരയിലേക്ക്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തന്നെ. SFIയിലൂടെ വന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റായി കഴിഞ്ഞ 5 വർഷം പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളിൽ വലിയ വികസന നേട്ടങ്ങൾ കൊണ്ടുവന്ന PA മുഹമ്മദ് റിയാസിനെ മരുമോനേന്ന് നീട്ടി വിളിച്ചുകൊണ്ടിരുന്നവരാണ്. കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധികളെ മറികടന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരവ് രേഖപ്പെടുത്തിയത് ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ്. പിന്നെയുമുണ്ട് കാരവൻ ടൂറിസം, പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് റണ്ണിംഗ് കോൺട്രാക്ട് സിസ്റ്റം കൊണ്ടുവന്നത്, റെസ്റ്റ് ഹൗസുകൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്, അങ്ങനെ കുറെ. പക്ഷെ അത് മരുമോൻ, കുടുംബാധിപത്യം. അതേസമയം ഇപ്പുറത്തോ അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും മേൽവിലാസത്തിലൂടെ മാത്രം വന്ന കുറെ ആളുകൾ പെട്ടെന്ന് MLA ആവുന്നു, മന്ത്രിമാരാവുന്നു. ഇതിൽ തന്നെ ഈ അബ്ദുൽ ഗഫൂർ, അപ്പു ജോൺ ജോസഫ് എന്നിവരൊക്കെ പൂർണ്ണമായും കുടുംബത്തിന്റെ തണലിൽ നിന്ന് മാത്രം വന്നവരാണ് എന്നതും നമ്മൾ മനസ്സിലാക്കണം.